ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്ക് കാണാം, ഇത് സ്ഥിരമായി വീട്ടിൽ നടക്കുന്ന ഒരു കലാരൂപമാണ് ഈ മുറ്റവടി. എന്നും അയൽവക്കത്തുള്ള മരത്തിൽ നിന്ന് ഇതുപോലെ കരിയിലകൾ വീഴുന്നു. ഞാൻ ഓടി നടന്ന് തൂത്തുവാരുന്നു, കത്തിച്ചു കളയുന്നു. പക്ഷേ ഇന്ന് ഞാനും നന്ദുക്കുട്ടനും കൂടി ഒരു ഐഡിയ കണ്ടെത്തി. ഈ ചപ്പുകളും ഈ കരിയിലകളും കൊണ്ട് നമുക്ക് എന്ത് ഗുണപ്രദമായിട്ട് ചെയ്യാം എന്ന്. എന്തായാലും മരം അവിടെ നിൽക്കുന്നു, അത് കരിയിലകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനോട് നമുക്ക് പരാതി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രകൃതി തരുന്ന വരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ പച്ചിലകളും കരിയിലകളും എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് കുറച്ച് മണ്ണ് വെട്ടിയെടുത്ത് തന്നെ നന്ദുകൂട്ടം കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വെട്ടിയെടുത്ത് ആ കരിയിലകളുടെ മുകളിലൂടെ കൊണ്ടുവന്ന് മൊത്തത്തിൽ കവർ ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊരു 3-4 ദിവസത്തെ കരിയിലയാണ് കാണുന്നത്. അങ്ങനെ അത് കവർ ചെയ്ത് ഇട്ടു. ഇനി കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇത് ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കണം. അതിനുശേഷം കുറച്ച് വെണ്ട, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അപ്പോൾ അത് സാധിക്കട്ടെ എന്ന് വി ആർ വിഷിങ് ഫോർ ദാറ്റ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ബന്ധിച്ചെടികൾ, അതായത് ഓറഞ്ച് പൂ ഉണ്ടാകുന്ന ബന്ധിച്ചെടികളായിരുന്നു. അതിങ്ങനെ പെടന്ന് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം കടന്നൊക്കെയാണ് അതിൽ പൂക്കൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ബന്ധികളുണ്ടായിരുന്നു, ബന്ധി തൈകൾ. അപ്പോൾ ആ തൈകൾ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇന്ന് പറിച്ചെടുത്തു. ഒരു 6 എണ്ണം കിട്ടി. അതുകൊണ്ടുവന്ന് നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ പെടന്ന് വീണതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ 2-3 കഷ്ണങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വാടിപ്പോയി. പിന്നെ അത് പറിച്ച് കളഞ്ഞിട്ട് പുതിയ തൈകൾ, മഞ്ഞപ്പൂ ഉണ്ടാകുന്ന തൈകൾ വെച്ചു. നന്ദുകൂട്ടൻ വെള്ളമൊക്കെ ഒഴിച്ചു, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങൾ നല്ല ടയേർഡായി. പിന്നെ ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ആ കുളത്തിൻ്റെ സൈഡിലിരുന്ന് നമ്മുടെ ഗപ്പി മീനുകളൊക്കെ കളിപ്പിച്ചുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ആ കുളത്തിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ റംബൂട്ടാൻ്റെയും മാവലയും പിന്നെ പുറത്തെ റബ്ബറിൻ്റെ ഇലകളുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ ചെറിയ കമ്പും കോലും ഒക്കെ വെച്ച് ആ താഴെ കിടക്കുന്ന ചെളി ഇളകാതെ തന്നെ, നമ്മുടെ ഗപ്പി മീനുകളെ ശല്യം ചെയ്യാതെ തന്നെ പയ്യെ പെറുക്കിയെടുത്ത് കളഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കാപ്പിയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. നന്ദുകുട്ടൻ എന്തായാലും പനിയും ചുമയൊക്കെ കുറവുണ്ട്. പക്ഷേ സ്കൂളിൽ വിടാറായി എന്ന് തോന്നുന്നില്ല. 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വിടാമെന്ന് ഓർത്തിട്ടാണ്. ചുമയുണ്ട്, നല്ല രീതിയിൽ ഇപ്പോഴും ചുമയുണ്ട്, കോൾഡും ഉണ്ട്. അപ്പം ആൾ ഇച്ചിരി മൂടിയായിരുന്നു. എപ്പോഴും ചടഞ്ഞു മൂടിയുള്ള കടപ്പൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടാണ് ഈവനിങ് സമയത്ത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ എന്നാൽ മുറ്റത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ കൂട്ടിയതാണ്. ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുത്തോളാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അടങ്ങിയിരിക്കുന്നില്ല, ഓട്ടം ചാട്ടം കളിയൊക്കെ ആയി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഇച്ചിരി ടയേർഡായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി. Hi friends, please support us. Thank you.